Ah, dude, I'm gonna cook. See. ഇവൻ ഈ പറയുന്നത് കേൾക്കുമ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ഹോൾ നോമ്പ് തറ ഇവൻ്റെ വകയാണ്, ഇവൻ കുക്ക് ചെയ്യാൻ പോവാണെന്ന്. നോ വേ ഗൈസ്. ഈ ഇടിയപ്പം ബീജാൻ വേണ്ടിയിട്ട് ഉമ്മി വിളിച്ച് ആ ഒരു ഹെൽപ്പിനാണ് ഇവൻ പറയുന്നത് ഡ്യൂഡ് ഐ ആം ഗോണ കുക്ക് ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് കിച്ചണിൽ കയറിയത്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ ടാസ്ക്. ഞാനതുകൊണ്ട് പറയല്ല, എനിക്ക് അവനെ പുകഴ്ത്തി പറയുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. സോ കമ്മിങ് ടു ദ ഇന്നത്തെ സ്പെഷ്യൽ ഈസ് ഇടിയപ്പം ആൻഡ് കിടിലം ബീഫ് കറി. ഞാൻ ഈ ഇടിയപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് എഫേർട്ടൊന്നും എന്നെ കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ഉമ്മ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ പറയുന്ന ഓപ്ഷൻസാണ് ഇഡ്ഡലി, ഇടിയപ്പം. പിന്നെ ഇത് ഈ ആവി പറക്കുന്ന ഇടിയപ്പം കണ്ടില്ലേ ഗൈസ്, എൻ്റെ അമ്മോ ഇത് കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. പിന്നെ ഈ ബീഫ് കറി, ആക്ച്വലി ഈ ബീഫ് കറി സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളി ബീഫ് കറിയാണ്. നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ള ഫുഡാട്ടോ ഈ ഇടിയപ്പം ബീഫ് കറിയും. അത് കൂടാണ്ട് സമോസയും എഗ് ബജിയും ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി. അതുകൂടാണ്ട് സ്ട്രോബെറിയും എലാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. സുപ്രീമിൽ പോയപ്പോൾ വാപ്പി എലാഞ്ചി മേടിച്ചുകൊണ്ട് വന്നു, അതിൻ്റെ വീഡിയോ ഇല്ല, പക്ഷേ ദാറ്റ് സംഭവം മീൻസ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്നത്തെ നോമ്പ് തറ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുടെ കാണുന്നത് വരെ ബൈ.